നമ്മൾ അഗ്നിപരീക്ഷയുടെ ഒരു 7 ദിവസം ഏകദേശം 7 ദിവസം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസും ഏകദേശം പകുതിയായി. പക്ഷേ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് പൂർത്തിയാവണമെങ്കിൽ ഇതിൻ്റെ കുറേ വിശേഷങ്ങൾ നിങ്ങൾ അറിയേണ്ട ഒരു ചെറിയ റിവ്യൂ ഈ ഒരു 1 വീക്ക് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ചെറിയ റിവ്യൂ. ആൻഡ് ഐ ഹാവ് ഓൾ മൈ 3 ജഡ്ജസ് വിത്ത് മീ. വെൽക്കം ടു ലൈൻ കട്ട് അഗ്നിപരീക്ഷ. ഞാൻ പലപ്പോഴും ഈ സീസണിൽ കഴിഞ്ഞ സീസണിൽ ലൈൻ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാൻ ചില അഖിൽമാരാരുടെ പ്രസ്താവനകൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ദൈവമേ എനിക്ക് കിട്ടിയില്ലല്ലോ. ഭാഗ്യം എന്റെ ഭാഗ്യമാണോ അതോ പ്രേക്ഷകരുടെ ഭാഗ്യമാണോ? കണ്ടറിയാം. അതെ, നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണും. ഈ അടുത്ത കാലത്ത് ചില സോഷ്യൽ മീഡിയ സംഭവങ്ങളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് 2 വാക്ക് ഇങ്ങനെ ചോദിക്കും. അതെ, ഇതാവുമ്പോ എഴുന്നേറ്റ് ഓടില്ലല്ലോ. നമുക്ക് എഴുന്നേറ്റ് ഓടിയാലും നമുക്ക് കണ്ടു. ഞാൻ ഓടിയാലും കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്നത് അഗ്നിപരീക്ഷ ആൻഡ് നിങ്ങൾ 3 പേരുടെയും 3 ഫേസ് ആണ്. നമ്മൾ കണ്ടിട്ടുള്ള അഖിൽമാരാണെങ്കിൽ നമുക്ക് നമുക്ക് ഹൗസിനകത്തൊരു അഖിൽമാരാരെ അറിയാം, പുറത്തൊരു അഖിൽമാരാരെ അറിയാം. രഞ്ജിനി ചേച്ചിയുടെ പിന്നെ ഈശ്വരത്തെ ഞാൻ പറയണ്ടല്ലോ. വി ഓൾ നോ യു വെൽ. ആൻഡ് റിയാസ് എന്ന് പറഞ്ഞാൽ റിയാസിന്റെ വേറൊരു റിയാസിനെ നമ്മളൊരു ചില സമയത്ത് ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ റിയാസ്, ചില സമയത്ത് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്ന റിയാസ്, ചില സമയത്ത് ഒരു എന്താ പറയുക ചില കാര്യങ്ങളെ പറ്റിയും ഭയങ്കരമായിട്ട് ഇൻസൈറ്റ്സ് തരുന്ന റിയാസ്. അങ്ങനത്തെ നമ്മൾ ഒരുപാട് കണ്ടു. പക്ഷെ നിങ്ങൾ 3 പേരും 3 ഫ്ലേവറുള്ള ആൾക്കാർ ജഡ്ജസ് ആയിട്ട്, അതും അഗ്നിപരീക്ഷയുടെ ഫസ്റ്റ് സീസണിൽ വന്നപ്പോഴത്തേക്കും ഓഫ്കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് നമുക്ക് ഈ പറഞ്ഞ ആന്റിസിപ്പേഷൻസ്, ഒരുപാട് റിവ്യൂ വരുന്നതിന് മുമ്പേ എല്ലാ റിവ്യൂസും വന്നിരിക്കുന്നു. ഓക്കെ, ഹൗ വാസ് ദി ഷോ? ഇനി നിങ്ങളാണ് പറയേണ്ടത്. ഐ തിങ്ക് ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ ഒരു ഷോ വളരെ വ്യത്യസ്തമായ വളരെ പുതുമയാർന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക്. ബിക്കോസ് ഇതുവരെ അവർ ഇങ്ങനത്തെ ഒരു ഷോ കണ്ടിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2018 ബിഗ് ബോസ് സീസൺ 1 ഞാനൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നത്. അപ്പൊ ബിഗ് ബോസ് എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയില്ല. ഇപ്പം നമ്മുടെ പ്രേക്ഷകർ ബിഗ് ബോസിനെ അരച്ച് കുടിച്ച് കലക്കി ഭയങ്കര എക്സ്പേർട്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. സോ അവരുടെ മുന്നിൽ അഗ്നിപരീക്ഷയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും വലിയ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും കോമണേഴ്സിനെ കയറ്റിവിടുന്ന ഒരു പ്രവണതയുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കോമണേഴ്സിന് ഒരു സ്പേസ് കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അവരൊന്ന് എസ്റ്റാബ്ലിഷ് ആയി വരുന്നു, അവർക്ക് ആ ഒരു ഫ്ലോയിലേക്ക് വരാൻ. അത് മാത്രമല്ല അത്രയും അധികം ആൾക്കാർ ഓഡിഷന് വേണ്ടി ഇത് അയക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തൊന്ന് കണ്ടൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബിഗ് പ്രോസസ്. അങ്ങനെ ബിഗ് ബോസ് ടീം തീരുമാനിച്ച ഒരു കാര്യമാണ് അഗ്നിപരീക്ഷയിലൂടെ നമുക്ക് അവരെ കൊണ്ടുവരാം. അപ്പം മൾട്ടിപ്പിൾ കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ കോമണേഴ്സിനെ കറക്റ്റ് ആയിട്ട് കിട്ടും, കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തെടുക്കാം, നിരവധി കോമണേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. സോ ഓൾ ഇൻ ഓൾ ഇത് ഏറ്റവും മികച്ച സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു വേദിയാണ് ആ വീട്ടിനകത്തേക്ക് കയറാൻ. പക്ഷേ ഇതൊരു അഗ്നിപരീക്ഷ തന്നെയാണ്. ഇത് ഞാൻ ചോദിച്ചു തുടങ്ങുമ്പോ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൽ ഒരു പ്രത്യേക ഒരു ഇന്റൻഷൻ ഉണ്ടല്ലോ. ലൈക്ക് ഇപ്പൊ നമ്മൾ 1 വീക്ക് കഴിഞ്ഞു അല്ലെ. 1 വീക്ക് എന്ന് പറയുമ്പോ അവർ ആ ഗ്രൂവിലേക്ക് വീണു. നിങ്ങളും അതെ, നമ്മളെല്ലാവരും. അപ്പോൾ അതുവരെ നമുക്കൊക്കെ അറിയില്ല ഇത്രയും അധികം നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ ഓഡിഷൻ, ലൈക്ക് ഒരു എന്താ പറയുക ആയിരക്കണക്കിനെന്ന് പറയില്ല, അത്രയും പേരുടെ വീഡിയോസ് വരുന്നു. പല പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്, ഫാസ്റ്റ് ട്രാക്ക് അത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരുന്നു. നമ്മൾ ഇത്രയും പേരെ ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത 40 പേര് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ഈ 40 പേരിൽ നിന്ന് ആൾക്കാരെ കണ്ടെത്താൻ ഞങ്ങൾ ഒരു പെടാപ്പാട് വിടുന്നുണ്ട്. സത്യം, ഈ ആയിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ അതിൽ നിന്ന് ഈ 40 പേരെ അതും ഒരു പ്രോസസ് അല്ല. അവർ വീഡിയോ അയച്ചു തരുന്നു, അത് കഴിഞ്ഞ് അവരെ വീഡിയോ കോൾ ചെയ്യുന്നു, അവരെ കൊണ്ട് നമ്മൾ അവരുടെ എല്ലാ ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും എഴുതിക്കുന്നു, അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അത് കഴിഞ്ഞ് ഒറ്റയ്ക്കുള്ള സംസാരം, അങ്ങനെ കുറെ ഘട്ടം ക്രോസ് ചെയ്തിട്ടാണ് അവർ. അതെന്തായാലും ആക്ച്വലി അതിന്റെ ഒരു വലിയ എഫേർട്ട് ഈ പറയുന്ന നിങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ എടുത്ത എഫേർട്ടും മോശമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കേറിയ 40 പേരുടെ ഒരു മിടുക്ക് കാണുമ്പോഴാണ്. അതായത് ആ ബെസ്റ്റ് 40 പേര്. ഇപ്പം നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന 18 പേര് മികച്ചതാണോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് അയ്യോ ഇവരെ എന്തിനു കണ്ടെത്തി എന്നൊക്കെ ചോദിച്ച് പലപ്പോഴും ഒരു അഭിപ്രായങ്ങൾ പൊതുവെ പുറത്തു വരാറുണ്ട്. ഇനി അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാകാമല്ലോ ഒരു പക്ഷെ നമ്മൾ കണ്ടെത്തുന്നവരെല്ലാം ഏറ്റവും മികച്ചവരായിരിക്കണം. അപ്പൊ നിങ്ങൾ 40 മികച്ച ആൾക്കാരെ തന്നെയാണ് കണ്ടെത്തി തന്നത്. അത് തന്നെയായിരുന്നു നമ്മുടെ ആദ്യത്തെ അഗ്നിപരീക്ഷ. ഇതിൽ നിന്ന് എങ്ങനെ ഒരു 5 പേരെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഫസ്റ്റ് ഞങ്ങൾക്ക് 3 പേർക്കുണ്ടായി. അതായത് മിനിമം ഞാൻ പറഞ്ഞത് ടോപ്പ് 5 എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതിൽ നിന്ന് 1-2 പേര് ഒരു കാര്യം കൂടെ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാവോ, നമ്മൾ ആക്ച്വലി എല്ലാവരും മനുഷ്യരാണ്.
എല്ലാവരും അവരുടേതായ രീതിയിൽ അമേസിംഗ് ആണ്. ഓക്കെ, നമ്മൾ ഒരാളെ അവരുടെ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ജഡ്ജ് ചെയ്യാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ഒരു പക്ഷെ അപ്ലൈ ചെയ്ത എല്ലാവരും പൊളിയായിരിക്കും. അതെ പക്ഷെ നമ്മൾ നോക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതെ. ആ സംഭവം ഞങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ വിളിച്ചേക്കുന്നത്. ഇതിന് ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ നമ്മൾ ബാക്കി ഏത് റിയാലിറ്റി ഷോ എടുത്താലും ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ പാട്ട് നോക്കിയാൽ മതി അല്ലെ, ഡാൻസ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു കുക്കിംഗ് നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ നമ്മളൊരു 360 മാസ്റ്ററാണ് നമ്മളിരിക്കുന്നത്. ഇത് ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ച ഗെയിം ചേഞ്ചർ. Yeah, whatever. Okay. So, yeah, അഞ്ജന പറഞ്ഞതുപോലെ of course നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഇരുന്ന് ജഡ്ജ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ടാലന്റിനെ അല്ല, നമുക്ക് കാണേണ്ടതും അതിന്. നമുക്ക് ഒത്തന്റിസിറ്റി കാണണം, പേഴ്സണാലിറ്റി കാണണം. 100 ദിവസം പ്രേക്ഷകർക്ക് കാണാനുള്ള വേർത്തി ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണോ അവരെന്ന് നമുക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് ഒരു ലാപ്സ് വരാൻ പാടില്ല. ബിക്കോസ് അത് നമുക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. നമ്മൾ ഒരാള് ഹൗസിലേക്ക് നമ്മൾ ഫൈനലി കയറ്റി വിടുന്നു, then we're seeing they're disappointing us. അതിപ്പോ നമ്മുടെ എല്ലാവരുടെയും ഒരു എഫേർട്ട്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഇത്രയും പ്രോസസ്സിന്റെ നമ്മുടെ ഒരു എഫേർട്ട് നമുക്ക് വല്ലാതായി പോയതുപോലെ തോന്നും. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി ആ റെസ്പോൺസിബിലിറ്റി വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെ സാധാരണക്കാർക്ക് ബിഗ് ബോസിലേക്ക് വരാനുള്ള ഒരു അവസരം, റൈറ്റ്? ലൈക്ക് നമ്മളോട് പല ആൾക്കാരും വന്ന് ചോദിക്കാറുണ്ട്, ബിഗ് ബോസിലേക്ക് എനിക്ക് പോകണം, എങ്ങനെയാ പോവുക, ഹൗ ഡു വി ഗോ? And the instant first reply comes as you need to be famous. പക്ഷെ for the first time നമ്മൾ കുറെ പേരെ വെച്ചിട്ട് 40 പേരെ വെച്ച് നമ്മളൊരു ഷോ തുടങ്ങുന്നു. അവരെ നമ്മൾ പ്രോപ്പർലി ഓഡിഷൻ പ്രോസസ്സ് എത്ര ട്രാൻസ്പെറന്റ് ആണെന്ന് നമ്മൾ മലയാളികളെ കാണിച്ചു കൊടുക്കുന്നു. ഇനി വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്കും ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നത് ഗ്രേറ്റ് തിങ്. ആക്ച്വലി ടി വി വെച്ചിട്ടേ ഇങ്ങനെ പറയുമല്ലോ, സാധാരണ വീട്ടിലിരുന്ന് ഞാനാണ് അവിടെയെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ, അങ്ങനെ എക്സാക്ട്ലി. അത് ഞാൻ ഹൗസിൽ പല ടാസ്ക് നടന്ന സമയത്ത് അപ്പം അവരുടെ ഗെയിം കളിക്കുന്നുണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇപ്പൊ അത് ആ ടാസ്ക് ഏതാന്ന് ഓർക്കുന്നുണ്ടായിരുന്നു, വളരെ സിമ്പിൾ ആണെന്ന് തോന്നും. അപ്പൊ ഞാൻ ആ സ്പോട്ടിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ടാസ്ക് കണ്ടിട്ട് ടി വി പറയത്തില്ലേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് ഭയങ്കര ഈസി ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവന്മാരൊക്കെ ആരുടെ ഇതിനകത്തോട്ട് കയറ്റി വിട്ടത്, ഞങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ മലമറിച്ചാലും തോന്നില്ലേ. ഇപ്പൊ മനസ്സിലായല്ലോ കളി കാണുന്നത് കണക്കല്ല കളിക്കുന്നതെന്ന്. അതും അഗ്നി പരീക്ഷയിൽ ഈ പ്രശ്നമാണെങ്കിൽ ഹൗസിനുള്ളിൽ എത്രത്തോളം പ്രശ്നം ഉണ്ടാവും. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഫ്രീ ആവുക, ഇവർക്ക് പുറത്തെ കാര്യങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതിൽ തന്നെ ഞാൻ ചോദിക്കാം, എന്താണ് ഹൗസിലെ ടാസ്കും അഗ്നിപരീക്ഷയുടെ ടാസ്കും തമ്മിൽ വ്യത്യാസം? ഹൗസിലെ പ്രഷറിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും വലിയ അതിജീവനം എന്ന് പറയുന്നത്. അവിടെ ലാലേട്ടൻ എപ്പോഴും പറഞ്ഞ വാക്കാണ് അതിജീവനം എന്ന് പറയുന്നത്. അതിനകത്ത് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ നമ്മൾ മെന്റലി ഫിറ്റ് ആയിരിക്കണം. അഗ്നിപരീക്ഷ അത്രയും വേണ്ട. അഗ്നിപരീക്ഷയെ സംബന്ധിച്ച് ഒരു ടാസ്ക് നമ്മൾ കൊടുക്കുന്നതിനെ നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചാൽ മതി. അവിടെ അവരുടെ പ്രഷർ സിറ്റുവേഷൻ രണ്ടാണ്. കാര്യം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടുകാരെ വിളിക്കാം, സുഹൃത്തുക്കളെ വിളിക്കാം, അവർക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റിലാക്സ്ഡ് ആവുകയാണ്. ഹൗസിലെന്ന് വെച്ചാൽ ഈ ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞ് ജയിച്ചെന്ന് വെച്ചോ, ബാക്കിയുള്ള എല്ലാം കൂടെ കടിച്ചു കയറാൻ കിടക്കുക. ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട് എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ ഒരു അഗ്നിപരീക്ഷ ആദ്യത്തെ ആഴ്ചയാണല്ലോ ഇപ്പം നമ്മളിരുന്ന് ചർച്ച ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ടാസ്ക്സ് മാത്രമാണ് കൊടുക്കുന്നത്. അതിനൊരു ഇനിഷ്യൽ ലെവൽ ഓഫ് എന്താ പറയാ, what do you call it? ഇനിഷ്യൽ ലെവൽ, ബിക്കോസ് ആദ്യം തന്നെ നമുക്ക് 40 പേരെയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റില്ല. സോ ആ ഇനിഷ്യൽ ലെവൽ ടാസ്ക് ബേസിലാണ് നമ്മൾ അവരെ പതുക്കെ ഒന്ന് കട്ട് ഡൗൺ ചെയ്ത് ഷോർട്ട് ആക്കി കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ 3 പേര് ജഡ്ജസ് ആയും കൂടി ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഞങ്ങൾക്ക് മാത്രമല്ല ആ ഉത്തരവാദിത്തം കുറച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരിലേക്ക് എത്തും, ബിക്കോസ് വോട്ടിംഗ് ലൈൻസ് ഒക്കെ തുറക്കും. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും മികച്ച ആൾക്കാരെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എത്തിക്കുക, അതിനുശേഷം ഒരു ചെറിയ മാനേജബിൾ നമ്പർ ആകുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി കുറച്ചുകൂടെ പുറത്തേക്ക് കൊണ്ടുവരത്തക്ക ടാസ്ക്സും കോൺവെർസേഷൻസും ചാലഞ്ചസും ഒക്കെ നൽകാൻ വേണ്ടി 3 പേര് ഇരിക്കുന്നുണ്ട്. അപ്പം പ്രേക്ഷകരുടെ പ്രതിനിധിയായിട്ടായിരിക്കാം ഇരിക്കുന്നത് ഒന്ന്, പക്ഷെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ആയ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ 3 പേർക്കും ഉണ്ട്. അത് മാത്രമല്ല, ഞങ്ങളുടെ ഒരു അപ്രോച്ചും വളരെ വ്യത്യസ്തമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല മലയാളം ടെലിവിഷനിൽ ഇങ്ങനത്തെ ഒരു ജഡ്ജിങ് കഴിഞ്ഞു വരുമ്പോ എന്തായിരിക്കും. ഞാൻ ബഹിരാകാശത്തിലായിരിക്കും. ഞാൻ എന്തായാലും തീരുമാനിച്ചു. എനിക്കാരുടെയും ഞങ്ങള് 3 പേരും ഞങ്ങളുടേതായ, ചിലപ്പോ ഞാൻ ചില സമയത്ത് റിയാസുമായിട്ട് ഞാൻ ഡിസഗ്രി ചെയ്യും, ചിലപ്പോ രഞ്ജിനി, അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസഗ്രിമെന്റ് ഉണ്ടാവും. ഐ ഫെൽറ്റ് ലൈക്ക് അഖിൽ മാരാർ ഈസ് ഗിവിംഗ് കുറെ ഗ്യാൻ കൊടുക്കും, കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. ഗുഡ് വേ ടാസ്ക്. രാജകുമാരൻ ലൂപ്പ് ഹോൾസ് ഇല്ലേ, ലൂപ്പ് ഹോൾസ് എങ്ങനെ ടാസ്ക് ലെറ്ററിൽ എവിടെയൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ട്. അത് ഇപ്പോഴും അല്ലല്ല ഞാൻ എപ്പോഴും ഇവരുടെ എപ്പോഴും പറയുന്ന കാര്യമാണ്,
നമുക്ക് വളരെ കുറച്ച് സമയമേ നമ്മുടെ മുമ്പിലുള്ളെങ്കിൽ നമ്മൾ അവിടെ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തുക എന്നുള്ളതാണ്. 40 പേര് നമ്മുടെ അടുത്തേക്ക് വന്നു. നമ്മൾ ആദ്യം 20 പേരെയാണ് കയറ്റിയത്. ജസ്റ്റ് അവരെ ഒന്ന് ടീസ് ചെയ്യിക്കാം. ഈ 20 പേര് ആദ്യത്തെ ദിവസം കയറാതെ മാറി നിൽക്കുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം, വിഷമങ്ങളുണ്ടാവാം. അപ്പൊ ഇവരിതിനെ എങ്ങനെ അതിജീവിക്കുന്നു? തൊട്ടടുത്ത ദിവസം ഇന്നലകളിൽ പരാജയപ്പെട്ടു പോയതിന്റെ ഒരു വിഷമമായിട്ടാണല്ലോ അടുത്ത 20 പേര് കയറി വരുന്നത്. ആ 20 പേര് ഇന്നലത്തെ പരാജയത്തെ മറികടന്ന് എങ്ങനെ പെർഫോം ചെയ്യും? അതിൽ ആ 20 പേരിൽ ആരാണ് ഏറ്റവും മികച്ച ഒരു 10 പേർ? അങ്ങനെ നമ്മൾ ഓരോരുത്തരെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യാം. അതിൽ ചില ആൾക്കാർ നമ്മുടെ ശ്രദ്ധയിലേക്ക് ചാടി വരും. ഇപ്പൊ പൂജ എന്ന് പറയുന്ന കുട്ടി ആദ്യ ദിവസം താക്കോല് മിസ്സായി പോയ സമയത്ത് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് കാരണം അത് റിയാക്ട് ചെയ്തു. തനിക്കുണ്ടായിട്ടുള്ള ഒരു നഷ്ടം റിയാക്ട് ചെയ്ത് മാറി നിന്നിരുന്നെങ്കിൽ നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറയുമല്ലോ. അപ്പം കൃത്യസമയത്ത് കരഞ്ഞോണം. ചിലർ കരയാതെ മാറി നിന്നു. നമ്മൾ അവരെ കണ്ടില്ല. അവര് വിചാരിച്ചു ഞങ്ങൾ ഭയങ്കര മിടുക്കരായിരുന്നല്ലോ, ഞങ്ങളെ എടുത്തില്ലല്ലോ എന്ന് കരുതി. നിങ്ങൾ കറക്റ്റ് സമയത്ത് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിയില്ല. ചിലപ്പോൾ മിടുക്കരായിരിക്കും നമുക്ക്, പക്ഷെ എല്ലാ മിടുക്കരെയും കണ്ടുപിടിക്കാനുള്ള സമയമില്ല. നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഒരു ടാസ്ക് തരുമ്പോൾ ഈ ടാസ്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചിലർ വിചാരിക്കും ഇതെങ്ങനെയും കളിച്ച് ജയിച്ചാൽ മതിയെന്ന്. പക്ഷെ അതിലൂടെ നമ്മൾ ഇവരുടെ സ്വഭാവം നോക്കിക്കൊണ്ടിരിക്കുക. ഒരാൾ മറ്റൊരാളോട് എങ്ങനെ പെരുമാറുന്നു, ഒരാൾ എത്രത്തോളം എത്തിക്സ് ആയിട്ട് കളിക്കുന്നു, ഒരാൾ എങ്ങനെ ബുദ്ധി ഉപയോഗിക്കുന്നു, ഒരാൾ എങ്ങനെ ഒരാളെ കീഴ്പ്പെടുത്തുന്നു, ഒരാൾ നമ്മുടെ ശ്രദ്ധ എങ്ങനെ പിടിച്ചു പറ്റുന്നു. സോ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, മിടുക്കരായ മാത്രം പോരാ, മിടുക്ക് ലൗഡ് ആവണം. അതാണ് ഇൻഫാക്ട് നമ്മളിപ്പോ ടാസ്കുകളിൽ ജയിക്കുന്ന ആൾക്കാരെ നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് തോന്നില്ല അവര് ബിഗ് ബോസിന് വേണ്ടി ഫിറ്റ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ടാസ്കിൽ പരാജയപ്പെടുന്ന ആൾക്കാരുടെ പേഴ്സണാലിറ്റി എമോജ് ചെയ്ത് നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരെ റിവാർഡ് ചില ആൾക്കാർ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ടാസ്ക് ഒക്കെ അടിപൊളിയായി ചെയ്തല്ലോ, പിന്നെ ഞാൻ എങ്ങനെ പുറത്തായി, അല്ലെങ്കിൽ ഞാൻ ടാസ്ക് ഒക്കെ അടിപൊളിയായി ഞാനോ I have done my task very well in my season except maybe കുറച്ച് physical tasks which I don't ഇതിന്റെ ബാക്കി കാണാൻ watch Big Boss അഗ്നിപരീക്ഷ. Yeah, your question was Anjana. അതുകൊണ്ട് ഷോയിൽ എന്നെ ഇതിന്റെ നടുക്ക വെച്ചേക്കുന്നത് ഈ രണ്ടെണ്ണത്തിന് ഒന്ന് അവർ Anjana question finish തീർന്നില്ല. ഞാൻ ഒന്നും കൂടി വ്യക്തമായി ചോദിക്കാം. സ്ഥിരമായിട്ട് ആൾക്കാർ പറയുന്നത്, ഞാനിത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞാൻ എന്റെ അടുത്ത് പറയും, ഞാൻ എല്ലാ ടാസ്കും അടിപൊളിയായി ചെയ്തു, ഞാൻ ഒരു ടാസ്കും പെർഫോം ചെയ്തു, അതുപോലെ ആരെങ്കിലും ടാസ്ക് ചെയ്തു, പക്ഷെ ഞാൻ പുറത്തായി. Exactly. That's why a lot of people say no, Big Boss ഒരു game show ആണ്. No, Big Boss is not a game show. Big Boss is a reality TV show, a reality game show. നമ്മുടെ റിയാലിറ്റിയും ഡ്രാമയും പേഴ്സണാലിറ്റിയും അറ്റ് ദ സെയിം ടൈം ഗെയിം ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് and it's psychological on a big level. It's not everything. പക്ഷെ ആ ടാസ്ക് ചെയ്യുന്ന രീതി, ആ ടാസ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടാലും നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് എങ്ങനെ എമർജ് ചെയ്ത് ഓഡിയൻസിനെ കാണിക്കാം. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ഇസ് ആൻ എന്റർടൈൻമെന്റ് ഷോ ഓൾസോ. പീപ്പിൾ ആർ കൺസ്യൂമിങ്, പീപ്പിൾ അവരുടെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് 1 hour ഓഫ് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കേണ്ട റെസ്പോൺസിബിലിറ്റി കയറുന്ന ഓരോ കണ്ടസ്റ്റന്റ്സിനുണ്ട്. സോ ഐ എം നോട്ട് സെയിങ് be pretentious. I am saying അവരുടെ പേഴ്സണാലിറ്റി എന്താണോ, നമ്മൾ ബെസ്റ്റ് പേഴ്സണാലിറ്റി ആൾക്കാരാണല്ലോ സെലക്ട് ചെയ്യുക. സോ അവരുടെ ബെസ്റ്റ് പേഴ്സണാലിറ്റീസ് കുറച്ച് പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതാണ് നമ്മൾ ടാസ്ക് കൊടുക്കുന്നത്. I have to add ഇതിൽ ലൗഡ് ആവുക എന്നത് മാത്രമല്ല, ലൗഡ് എല്ലാവരും ആവുന്നുണ്ട്. എനിക്ക് തോന്നിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ബിഗ് ബോസും കണ്ടു വന്ന് ഇവിടെ കണ്ടസ്റ്റൻസ് ആയി വരുന്നതിന്റെ അവരുടെ മനസ്സിൽ അടി ഉണ്ടാക്കുക, ഒച്ചയും വെള്ളം ഉണ്ടാക്കുക, ആരും കേൾക്കാൻ സമ്മതിക്കുന്നില്ല, ഓഡിഷൻസിന് എപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഭയങ്കര ബഹളം ഉണ്ടാക്കും, കുറെ മറ്റേ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും എന്ത് പറഞ്ഞാലും ശരിയാണോ തെറ്റാണോ നോക്കാതെ പ്രശ്നമുണ്ട്, ഇത് ചെയ്താൽ അകത്ത് പോവും എന്നുള്ള ഒരു ചില ആൾക്കാർ അധികം ഒന്നും പറയാം, ചിലപ്പോ ഒറ്റ ഒരു സെന്റൻസിൽ finished. And it is not about ഈ ശബ്ദം ഉയർത്തുക, അതല്ല, നമ്മൾ നോട്ടീസ് ആവുന്ന രീതിയിൽ ബിഹേവ് ചെയ്തോ, വാട്ട് എവർ ഇറ്റ് ഇസ്, അത് നിങ്ങളുടെ രീതി. ചിലവര് ക്യൂട്ട്നെസ് വാരി വിതറും, ചിലവര് സ്നേഹിക്കും, ചിലവര് അടി ഉണ്ടാക്കും, ചിലവര് ഭക്ഷണം ഉണ്ടാക്കും, ചിലവര് കാര്യം, അതൊക്കെ നിങ്ങളുടേതായ സ്വഭാവങ്ങൾ പുറത്തെടുത്തോളൂ, നോ പ്രോബ്ലം, യു ഡു യു. പക്ഷെ ഇതൊക്കെ അരച്ചു കുടിച്ച കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, മനസ്സിലായില്ലേ? അതിൽ ഞങ്ങളുടെ ജേർണീസ് ഒക്കെ വ്യത്യസ്തമാണ്. ഞാനൊരു 60 odd days നിന്നിട്ടുള്ളൂ, ഹി വാസ് ദേർ 95 days, ജയിച്ച ഒരാളുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടേതായ പേഴ്സണാലിറ്റീസ് ചില രീതിയിൽ വളരെ സ്ട്രോങ് ആണ്, ചില രീതിയിൽ വളരെ വീക്കും ആണ്. ഞാനൊരു വിന്നറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ലൈക് 100 ദിവസം നിന്ന ആളാണ് അല്ലെ, ആൻഡ് യു ആർ ദ വിന്നർ. സോ ഈ കണ്ട ഇപ്പൊ നമ്മൾ ഏകദേശം പകുതി പേരിൽ എത്തി നിൽക്കുവാണല്ലോ എവിക്ഷൻ ഒക്കെ കഴിഞ്ഞ്. ഹാവ് യു സീൻ സംബഡി better than you, or somebody better than you is not a right word, but then ഒരു വിന്നർ മെറ്റീരിയലിനെ കണ്ടായിരുന്നു? അല്ല, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ ഹൗസിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അഞ്ജന ആദ്യം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന നിമിഷം. ഞാൻ എനിക്കൊന്നൊരു ഷോയിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ചക് ദേ ഇന്ത്യ
സിനിമയുടെ ക്ലൈമാക്സ് Yeah, yeah, yeah. ഷാറുഖ് ഖാൻ Please tell this. അവസാനം ആ ടീം ജയിച്ചു കഴിയുമ്പോൾ കാര്യം അതുവരെ ഇവരെ ഷാരുഖ് ഖാൻ ഇരിക്കുന്നതല്ല ഞങ്ങൾ മൂന്നുപേരും ഇരിക്കും. എപ്പോഴാ ഫിനാലിൽ ലാലേട്ടൻ എയറില്. എയറിലൊന്നുമല്ല ഞങ്ങൾ അന്തരിച്ച എയറിലൊക്കെ പോലെ ഞങ്ങൾ വിഷമിക്കും ഞങ്ങൾ അന്തരിച്ചോളൂ. നമുക്ക് അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, നമ്മൾ കണ്ടെത്തി വിട്ട ഒരാൾ വിന്നർ ആകുന്ന ഒരു മൊമെന്റ് അതിലൊരു ഉണ്ട്. അവിടെ സന്തോഷം. നമ്മൾ ചിലപ്പോൾ ഇവരത് ഷൗട്ട് ചെയ്തെന്നിരിക്കും, നമ്മൾ വഴക്കുണ്ടാക്കിയെന്നിരിക്കും, ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് നടന്നിരിക്കും. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കയറ്റി വിടുന്നത് ഏറ്റവും ബെസ്റ്റ് ഉള്ള ആൾക്കാരാ. അങ്ങനെ ഇവർ ആരെ പരാജയപ്പെടുന്നത് ഇന്നലകളിൽ പുറത്ത് പോരാടി വന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജയിക്കുന്ന ആളെയാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇവർ ഗെയിമിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, ഇവരെങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇപ്പൊ എന്നെക്കാളും ഒരാൾ ബെറ്റർ ആകുക എന്നുള്ളതല്ല, ആകാൻ വേണ്ടി ഇവരെടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ നോക്കുന്നത്. ഇപ്പൊ ചില സ്ഥലത്ത് ഞാൻ പണ്ട് ചെയ്തതുപോലെ ആരൊക്കെ ഗെയിം കളിക്കുന്നുണ്ട്, ഗെയിമിനെ അതൊക്കെ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ നോക്കാറുണ്ട്. അതിൽ നന്നായിട്ട് എന്റർടൈൻമെന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ഹൗസിലെ തമാശകളിലേക്ക്. പക്ഷെ ഒരു പ്രോപ്പർ ബിഗ് ബോസ് മെറ്റീരിയൽ ആയി മാറത്തക്ക രീതിയിലുള്ള ബെസ്റ്റിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ പ്യൂരിഫൈ അതിങ്ങനെ മറ്റേ ഞങ്ങളിങ്ങനെ സ്വർണ്ണം ഉണ്ടാക്കുന്നതൊക്കെ ചുറ്റിലും കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കുറച്ച് ഡിഫിക്കൾട്ട് ആണ്, ഞങ്ങൾ ഒട്ടും ഞങ്ങൾ കുറച്ച് ഹാർഡ് കോർ ആണ്. അതുകൊണ്ടാണ് ഞങ്ങളെ തന്നെ വിളിച്ചിരുത്തിയേക്കുന്നതെന്ന് തോന്നുന്നു. തമ്മിൽ ഭേദം ഞാനാട്ടോ, തമ്മിൽ ഭേദം തൊമ്മൻ. തമ്മിൽ ഭേദം ഞാൻ ഈ രണ്ടെണ്ണം അവിടെ കിടത്തി പിള്ളേരെ കൊല്ലുക. ഇതിന് ആരാണ് ഒരു സ്വീറ്റ് ജഡ്ജ്? എനിക്കൊത്തിരി ഉണ്ട്, ബട്ട് ഞാൻ ഞാനായിരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ അത്രയും ഒരു ക്രൂരനല്ല. ആസ് യു സെഡ് എയറിലാവുന്നല്ലേ പറഞ്ഞത്, പുള്ളി എയറിലാണ് താഴെ വരും. അതെ, എന്റെ ഒരു നിഗമനം ഈ ഷോ വന്നു കഴിഞ്ഞാൽ വില്ലനായവൻ ഹീറോ ആവും. തൽക്കാലം ഇപ്പൊ ഹീറോ ആയവൾ വില്ലനാവും. അത് ഈ മറ്റേ ആൾക്കാരുടെ വിചാരം മറ്റേ ഞാനിപ്പോ ഡൽഹിയിലാണ് ഫുൾ ടൈം എന്നാണ്. ഇറ്റ്സ് ടു ഫണ്ണി. അപ്പം ആൻഡ് ഐ ഫീൽ റിയാസ് ഇസ് കോൺസ്റ്റന്റ്. എനിക്ക് റിയാസിൽ ഒരു ഇതുമില്ല. ആ വീടിനകം സുഖമുള്ള ഒരു സ്ഥലമല്ല. ആ വീടിനകം എന്ന് പറയുന്നത് അവിടെ സർവൈവ് ചെയ്യാൻ ഒരു സാധാരണക്കാരന് പറ്റില്ല. സർവൈവ് ചെയ്താൽ തന്നെ പുറത്തിറങ്ങിയാൽ ഭയങ്കര മാനസികമായ പ്രശ്നങ്ങൾ വരും. അപ്പൊ അത് ഭയങ്കര ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്ത് പുറത്ത് വന്ന് നോർമൽ ലൈഫിലേക്ക് വളരെ ഈസിയായി വരാൻ തക്കത്ത രീതിയിൽ വേണം ഇവരെ പ്രിപ്പയർ ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഐ സ്ട്രഗിൾ. ഇറ്റ് ടേക്സ് സം ടൈം. ഐ എം എ വെരി സ്ട്രോങ് പേഴ്സൺ. ഓക്കെ, എന്നെ അങ്ങനെ സാധാരണക്കാർക്കൊന്നും പറ്റില്ല. പക്ഷെ അത് എന്നെ മാനസികമായി ഭയങ്കരമായിട്ട് എന്നെ അത് ഇത് ചെയ്തു. അപ്പൊ ഇവർ കോമണേഴ്സിന് ഇറ്റ് ബി വെരി ഡിഫിക്കൾട്ട് ഫോർ ദം. സോ ഞാൻ എത്ര ഹാഷ് ആവാൻ പറ്റുമോ ഇപ്പൊ തന്നെ ഹാഷായി ഇതിൽ ഏറ്റവും ബെസ്റ്റ് സർവൈവ് ചെയ്യുന്ന ആൾക്കാരോട് കയറിയാൽ മതി. അവരെ രക്ഷിക്കുകയാണ് ഞാൻ. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. കമന്റ്സ് ഒന്നും വായിക്കരുത്. ഞാൻ ഈ കപ്പൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി I'm like a really mean person. Like warning, trigger warning. Because I think real world is not soft. Yeah. Big Boss house is also not very soft. And we are sitting here to prepare them for the house. So we don't have to be soft. Why should What's we the point? be? ചേച്ചി കുറച്ച് വേർഡ്സ് ഉണ്ട്. ലൈക്ക് നമ്മൾ ഈ ബിഗ് ബോസ് തുടങ്ങിയ കാലഘട്ടം മുതൽ മറ്റു ലാംഗ്വേജിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദർ ആർ ഫ്യൂ വേർഡ്സ് ബിഗ് ബോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഞാനായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അകത്തോട്ട് പോകുന്നത്. സ്ട്രാറ്റജി, എനിക്ക് കുറെ സ്ട്രാറ്റജി ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ ചെന്നേ കാണിക്കും, ഇവിടെ കാണിക്കില്ല. Screen time. സ്ക്രീൻ ടൈം. അത് കഴിഞ്ഞു ഉണ്ടല്ലോ വിക്ടിം കാർഡ്. അത് പലതരം കാർഡ്സ് ഉണ്ട്. പിന്നെ റിയൽ, ഫേക്ക്, ലാസ്റ്റ്, ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള വേർഡ് എന്താണെന്നറിയോ? ലാസ്റ്റ് അൺഫെയർ എവിക്ഷൻ. ഇതൊക്കെ അത് നമ്മൾ ഓൾറെഡി കേട്ടു തുടങ്ങി. നമ്മൾ കാരണം ഇത്രയും വലിയൊരു ഫിൽട്രേഷൻ ചെയ്യുമ്പോ, കാരണം ഇത് നമ്മളൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ചെയ്യുന്ന ഷോ ആണ് അഗ്നി പരീക്ഷ, റൈറ്റ്? ബിഗ് ബോസിൽ കയറിയ ആൾക്കാർക്ക് സേഫ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അവരുടെ പല ആംഗിൾ കാരണം ഓഡിയൻസ് അവരെ അവിടെ നിർത്തും. പക്ഷെ നമുക്ക് ആകെ നമ്മൾ ചെറിയൊരു സ്പാനിൽ നടത്തുന്ന ഷോ ആണ്. സോ നമുക്ക് ആ സ്പൈസ് ആൻഡ് എസൻസ് വളരെ ചെറിയ ടൈമിൽ കാണണം. നമ്മൾ പെട്ടെന്നൊരു ഫിൽട്രേഷൻ നടത്തണം. അതുകൊണ്ട് തന്നെ ആ ചെറിയ ടൈമിൽ കാണുന്നെങ്കിൽ വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ. കാരണം നമ്മൾ ഫിൽട്രേഷൻ നടത്തി ഫൈനലിസ്റ്റുകളെ ബെസ്റ്റ് ആൾക്കാരെ ബിഗ് ബോസിലേക്ക് കണ്ടുപിടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ക്വിക്ലി എലിമിനേഷൻ നടത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോ തന്നെ ഓൾമോസ്റ്റ് പകുതി ആൾക്കാരെ നമ്മൾ എവിക്ട് ചെയ്ത് വിട്ടത്. ചിലപ്പോ ഇതില് വൺ മോർ പോയിന്റ് ഇതിൽ ചിലപ്പോ വേർത്തി ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവാം. പക്ഷെ ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മളെ അവർക്ക് അത് പ്രൂവ് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം. ദാറ്റ്സ് നോട്ട് ആൻ അൺഫെയർ ബിഗ് ബോസ് ഹൗസ് അങ്ങനെയല്ലേ. അൺഫെയർ എവിക്ഷനെ കുറിച്ച് പലരും സംസാരിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ ഒരു ഭാഗ്യം, ഞങ്ങൾ 24 hours ടെലികാസ്റ്റിംഗ് ടൈമിൽ ബിഗ് ബോസ് നിൽക്കുന്ന സമയത്ത് മേ ബി One hour. അല്ലേ ഉള്ളൂ പ്രേക്ഷകർ. ഞാൻ പറഞ്ഞത് ഇപ്പം
റിയാസിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഹൗസിൽ റിയാസ് കാണിച്ചത് ഷോയിൽ പുറത്ത് വന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു? I don't think we should talk about it. I have അങ്ങനല്ല. opinions. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഇത്രയും 10-75 ക്യാമറകളുമായിട്ട് കണ്ടസ്റ്റന്റുകളുടെ ചുറ്റിനും എല്ലാ കണ്ണുകളും നീങ്ങുമ്പോ എല്ലാ നല്ല മൊമെന്റുകളെയും ക്യാപ്ചർ ചെയ്യണം. കാരണം എല്ലാ നല്ല കണ്ടന്റുകൾക്കും ആണ് മാർക്കറ്റിൽ വാല്യൂ ഉള്ളത്. അവിടെ ഒരാളെ കാണാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കണ്ടന്റിനേക്കാൾ മികച്ച മറ്റെന്തോ അപ്പുറത്തെവിടെയോ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ പലർക്കും മനസ്സിലാകാതെ പോകുന്നു. ഇപ്പൊ ഇവിടെ വരുമ്പോഴും ഞാൻ നമ്മളെ ഈ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു പക്ഷേ പുറത്താകുന്നത്. ഞാൻ എന്നിട്ട് ഉസൈൻ ബോൾട്ട് ഓടി വിൻ ചെയ്ത കാര്യം പറഞ്ഞു. രണ്ടാമത് വന്ന ആള് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് പരാജയപ്പെട്ടത്. വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് പരാജയപ്പെട്ടത്. അപ്പൊ ഒന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ മൈന്യൂട്ട് ആയിരിക്കും. പക്ഷെ ഒന്നൊന്നും രണ്ടുമാണ് വിജയിയെ ലോകം അറിയത്തുള്ളൂ. നിങ്ങളെക്കാട്ടി ചിലപ്പോൾ ഒരു നാരോ വ്യത്യാസത്തിലായിരിക്കും രണ്ടാമത്തെ ആൾ പുറത്തു പോകുന്നത്. നമ്മൾ ഏതോ ഒരു ടാസ്ക് ചെയ്തപ്പോൾ ഇതാണെങ്കിൽ ഒരു ടൈം വന്നു. ഒന്നാമത് വന്ന ടീം രണ്ടാമതോ ടീം തമ്മിൽ ഒരു ടൈം പീരീഡ് വന്നു. അപ്പം ആ വ്യത്യാസം തന്നെ വളരെ മൈന്യൂട്ട് ആണ്. ഒരാൾ എന്തോ കാണിച്ച ഒരു ചെറിയ ലാഗാണ് ഒരു ടീമിനെ പരാജയപ്പെടുത്തിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ആ പിരമിഡ് ഏതോ ഒരു ടാസ്കിനകത്ത് ഇതേപോലെ സംഭവിച്ചു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് പരാതികൾ ഉണ്ടായേക്കാം. പക്ഷെ ആ പരാതിയുടെ കാരണക്കാർ അവർ തന്നെയാണ്, നമ്മളല്ല. കാര്യം ഞങ്ങൾക്ക് വേണ്ടത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ആരെയും കുഞ്ഞമ്മയുടെ മക്കളോ നമുക്ക് ആരും അറിയത്തില്ല. ഇതിനകത്ത് ഒരാളെ പോലും നമുക്ക് പരിചയമുള്ള ഒരു അടുപ്പക്കാരോ ആരുമല്ല. അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ഇവിടെ വരുന്ന എല്ലാവരുടെയും വിചാരം അവർ ഭയങ്കര സംഭവമാണെന്നും കൂടെ ഉണ്ട്. അതും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഓഡിഷൻ കൊടുക്കുന്നത്. ഈ സംഭവം തുടങ്ങുന്നത് നമ്മള് വീട്ടിലെ ടിവിയുടെ മുന്നിലിരുന്ന് നമ്മൾ സംഭവമാണെന്ന് തോന്നുമ്പോഴാണ്. നമുക്ക് ഇത് പറ്റും, നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്കൊരു സ്വപ്നമുണ്ട്, എനിക്ക് ആ വീട്ടിൽ പോകണം. എന്തെങ്കിലും കാരണമാവാം, പ്രശസ്തി ആവാം, പണം ആവാം, വാട്ട് എവർ, പ്ലാറ്റ്ഫോം ആവാം, എന്തെങ്കിലും കാരണം. അപ്പൊ അവരുടെ ഉള്ളിൽ അതുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു മത്സരത്തിൽ അവർ വന്ന് പങ്കെടുക്കുമ്പോൾ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എവിക്റ്റ് ആയി പോകുന്നു, മൂന്നാമത്തെ ദിവസം പോകുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും വലിയൊരു ആഘാതമാണ്. ഹൗ ഹാർഡ് ഇസ് എവിക്ഷൻ പ്രോസസ്? പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം കേട്ടോ. ഇപ്പൊ ചില ആൾക്കാർ ആദ്യത്തെ നാല് പേര് എവിക്റ്റ് ആയി പോകുന്നു. അവർ നോക്കുമ്പോൾ അവരെക്കാട്ടി മോശം ഒരാൾ അപ്പുറത്തുണ്ടാകും എന്നൊരു ചിന്തയുണ്ട്. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സംഭവം, അതായത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങളല്ല സെലക്ട് ചെയ്യുന്നത്. അവരുടെ ഗെയിമിനെ അവർ തന്നെ നോമിനേഷൻ ഇത് നമുക്കൊരു റോളും ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിലെ മോശം പെർഫോമൻസ് ആരാന്ന് നിങ്ങളുടെ സഹ മത്സരാർത്ഥികളോട് ചോദിക്കുന്നു. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുന്നു. അതിൽ ചിലപ്പോൾ 8, 9, 10 പേര് വരും. ആ 10 പേരില് 4 പേരായിരിക്കും പുറത്തു പോകുന്നത്. ചിലപ്പോ ഒരു ടീമിൽ കളിച്ചതിന്റെ പേരിൽ രക്ഷപ്പെട്ട ഒരു മോശം ഗെയിമർ മറ്റേടത്ത് സേഫ് ആയിട്ട് ഇരിപ്പുണ്ടായിരിക്കാം. അപ്പൊ അയാള് ചിലപ്പോൾ അയാളെ കാട്ടി ഒരു നല്ല പ്ലെയർ ആയിരിക്കും ഈ ഫസ്റ്റ് എവിക്ഷനിൽ പുറത്തു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് നോമിനേഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറായി മാറുന്നത്. അപ്പൊ ഏറ്റവും മോശം ആൾക്കാരെ കണ്ടെത്താതെ നമ്മളല്ല, അവര് തന്നെ സെലക്ട് ചെയ്ത ആൾക്കാരല്ല, നമ്മൾ ഒന്നിലും ഇടപെട്ടിട്ടില്ല. പക്ഷെ തെറി കേൾക്കുന്നത് നമ്മളാ. ഈ ഔട്ട് ഹൗസിലേക്ക് പോയതിൽ അതിൽ കുറെ പേർക്ക് പരാതി വന്നിട്ടുണ്ടല്ലോ. അങ്ങോട്ട് കുറെ ഇപ്പൊ ഞങ്ങൾക്ക് തുടങ്ങി. ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. കുറച്ചുപേര് എവിക്റ്റ് ആയപ്പോഴത്തേക്കും അവര് എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് വേറെ സെപ്പറേറ്റ്ലി. അപ്പൊ കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ മിണ്ടാതിരിക്കായിരുന്നു. ഒരു ദിവസം ചേച്ചിയിരിക്കും, ഞാനൊരു വാട്സ്ആപ്പ് എനിക്കും എത്തി തുടങ്ങി. എത്ര വേണം ഞാൻ അങ്ങോട്ട് അയച്ചു. പ്രേമം സിനിമയുടെ ക്ലൈമാക്സിൽ അൽഫോൺസ് പുത്രൻ പറയുന്നില്ല, ഞാൻ എന്ത് ഭയങ്കര ഈ തെറി വിളിക്കുന്ന ആൾക്കാരൊക്കെ ആർ ദ ബെസ്റ്റ്. ലൈക്ക് I was like, I understand. എനിക്ക് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാവും. പക്ഷേ യു നോ വാട്ട്, ഈ ഒരു സാധനം ആ സ്റ്റേജിൽ ഞങ്ങൾക്ക് ആ സമയത്ത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ മേ ബി തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. അയച്ച മെസ്സേജ് ഉണ്ടല്ലോ അത്രേ അവിടെ പെർഫോം പക്ഷേ അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. പറയാൻ പറ്റില്ല. നിങ്ങൾ പലരും പുറത്തിറങ്ങിയിട്ട് പറയും, നനച്ചാൽ ഞങ്ങളെല്ലാം പുലിയെ പിടിക്കുന്നു, പക്ഷെ ഉയിര് പോയാലും നനയ്ക്കാൻ മാട്ടേന്ന് എന്ന് പറഞ്ഞാണൊക്കെ ഇതിനകത്ത് വന്നിട്ട് കാര്യമില്ല. പക്ഷേ I want to ask you, how hard was the eviction process? കാരണം ഇത്രയും നമുക്ക് ഭയങ്കര സങ്കടം അവരെ അറിയാം. എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ആഴ്ച ആയതുകൊണ്ട് ബിക്കോസ് നമ്മൾ അത്രയും ബോണ്ട് ആയിട്ടില്ല. സത്യം പറയാം, നമ്മൾ 40 പേരിനെ നമുക്ക് ഒന്ന് അടുത്തറിയണമെങ്കിൽ ഇത് 21 days. ഞാൻ ബോണ്ട് അല്ല പറഞ്ഞത് ചേച്ചി, ഇറങ്ങി പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ടല്ലോ. ഒരു 4 പേര് they didn't get some like ഒരു എപ്പിസോഡിലോ 2 എപ്പിസോഡിലോ. Yes. I mean ലാസ്റ്റ് വന്നിട്ട് ചാൻസ് കിട്ടാതെ പോകുന്ന ആൾക്കാരുടെ വിഷമം സംതിങ് മേജർ. ബിക്കോസ് ഐ മീൻ ലൈഫിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും പല സാഹചര്യങ്ങളിൽ റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ എന്ന് വെച്ചാൽ വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ട് കുറെ പ്രോസസ്സ് കഴിഞ്ഞ് അഗ്നി പരീക്ഷയിൽ എത്തിയ ആൾക്കാർ they feel like they are about to get in. അവര് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തും എന്ന് തോന്നി വരുന്ന കുറെ ആൾക്കാരുണ്ടാവും. And we'll be like 4 of you evicted. 4 of you evicted. 4 of you evicted. How rude. I mean വളരെ റൂഡ് ആയിട്ട് തന്നെയാണ്. ഒരു 40 പേരെ കൊണ്ട് തന്നു ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് 20 പേരുടെ നമ്മളോട് 25 വരെ ഹൗസിൽ കയറിയിടാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. വേറൊരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് വന്ന പലരുടെയും വിചാരം ഇത് ബിഗ് ബോസ് ഹൗസ് ആണെന്നാണ്.
എന്നാണ്. അപ്പൊ ഈ ബിഗ് ബോസ് കണ്ടിട്ട് അതിനകത്ത് ഓരോരുത്തർ ഉപയോഗിച്ച ചില സ്ട്രാറ്റജികളൊക്കെ പഠിച്ചു വെച്ച് വന്നിട്ട് ഈ അഗ്നിപരീക്ഷയിൽ വന്ന് implement ചെയ്യാൻ നോക്കും. അഖിൽമാരാരുടെ ഫാൻസ് അല്ല എല്ലാവരും അല്ല, എന്നെ തെറി വിളിക്കുന്നവരുണ്ടായിരുന്നു, ഞങ്ങളല്ല പറഞ്ഞത്. പക്ഷെ ഇത് പഠിച്ചു വന്നവർക്ക് വരുന്നൊരു അപകടം, ഹൗസിനകത്ത് നിങ്ങൾക്ക് എന്തും കാണിക്കാം. കാര്യം നിങ്ങളുടെ ശരി തെറ്റുകളെ വിലയിരുത്തുന്ന ജനവാ. ചിലപ്പോ അവിടെ പലവിധ ഇമോഷൻസ് കാണുന്നു. അപ്പൊ അവിടെ ചിലപ്പോൾ ഇമോഷൻസും വർക്കൗട്ട് ആവും. ഇവിടെ നമുക്ക് ഇമോഷൻസ് വർക്കൗട്ട് ആയിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ടത് ബെസ്റ്റ് പ്ലേയേഴ്സിനെ. അപ്പം ഇതൊരു എന്താ പറയാ ഓഡിഷൻ പ്രോസസ്സാണ്. അത് നിങ്ങൾക്ക് ഞങ്ങൾ തന്ന ഏഷ്യാനെറ്റ് തന്ന ഒരു വലിയ ഭാഗ്യമാണ്. നിങ്ങളെ ഓഡിഷൻ ചെയ്യുന്നത് ജനത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പം ഒരു സിനിമയുടെ ഒരു ഓഡിഷൻ വന്നിട്ട് ഞാൻ ഞാൻ ഡയറക്ടറാണ്, ഞാൻ വേണ്ട, എനിക്ക് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. അത് കണക്ക് അതെന്തുകൊണ്ടാണ് അതെന്റെ കഥാപാത്രത്തിന് അവർ അനുയോജ്യരല്ല എന്ന് തോന്നുന്നത് നമുക്ക് വേണ്ട. അത് മാത്രമല്ല ഇമോഷണൽ ആയിട്ട് ബിഹേവ് ചെയ്യാൻ ആ ഇമോഷൻസ് ആണെങ്കിലും അത് കാണിക്കാത്ത 3 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഇമോഷൻസിനെ വി നോ ഹൗ ടു കൺട്രോൾ അവർ ഇമോഷൻസ്. ജോലിയായി കാണാൻ അറിയാവുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഇമോഷൻസ് ഇൻവോൾവ് ആയാലും പേർപ്പസ് മാറിപ്പോകും. ഇതിന്റെ പേർപ്പസ് എന്താണ്? വിചാര ഒന്നുമില്ലാതെ ഞങ്ങൾ ഒരു വികാരമില്ല. അതിലേക്ക് വികാരമൊക്കെ വരുന്നുണ്ട്. ഇത് ഊരുന്നുണ്ടോന്ന് എനിക്ക് ചില സമയത്ത് റിയാസൊക്കെ പറയുന്ന റിയാസ് അധികം സംസാരിക്കില്ല, ഒറ്റ കമന്റ് മതി വരണ്ടായിരുന്നു. നമ്മൾ ഈ കാര്യം പറഞ്ഞതാണ്, നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്കറിയാം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സെയിം വേ എനിക്കുണ്ടായിരുന്ന സാധനം, നമ്മുടെ ഐഡിയോളജിക്ക് കറക്റ്റ് ആവാത്ത ആൾക്കാരെയും നമ്മൾ ജഡ്ജ് ചെയ്യുകയാണ്. പക്ഷെ ദാറ്റ് ഡസന്റ് മാറ്റർ ടു us anymore. കാരണം ആ ഐഡിയോളജി അല്ലെങ്കിൽ നമുക്ക് അവരെ ഹൗസിലേക്ക് കയറ്റി വിട്ടാൽ അവര് നല്ലതായിരിക്കുമോ അല്ലയോ, അതാണ് നമ്മുടെ ഐഡിയോളജിക്ക് മാറ്റമുള്ള ആൾക്കാർ തന്നെ ഇവിടെ ജഡ്ജ്മെന്റ് പാനലിൽ തന്നെ ഇരിക്കില്ല. അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, പുള്ളി നോക്ക് എന്തൊരു നല്ല മനുഷ്യൻ, എല്ലാവരും ഐഡിയോളജി പുള്ളി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇവര് പറയുന്നത് ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണ്, റിയാസ് ഡിഫെൻഡ് ചെയ്യും. റിയാസ് പറയുന്നത് ശരി, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷ ആണെങ്കിലും ഇവിടെ ഒരു സ്നേഹബന്ധം ക്യാമറ സൈഡിലോട്ട് ഞാനതാ ഇവിടത്തേക്ക് ആക്ച്വലി ഒരു ഭയങ്കര ക്ലോസ് വെക്കേണ്ടി നിങ്ങൾക്കല്ല ഞങ്ങൾക്കാ. ഇടയ്ക്കൊരു 4-5 ക്യാമറ ഞങ്ങളെടുത്തോണ്ട് വെച്ചാൽ ചേച്ചി ഇടയ്ക്കിരുന്ന് ഒന്നും അറിയുന്നില്ല എന്ന് മാത്രമേ അവരങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ, ജഡ്ജിങ് ലൈക്ക് ഹെഡ് മിസ്ട്രസ്. ഇവിടെ വേറെ പലതും നടക്കും. ഇവിടെ ഭയങ്കര എന്തൊക്കെയോ നടക്കും. ഞാൻ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ജഡ്ജാണ്. അത് കുറച്ച് വെള്ളം കുടിക്കാം. അല്ല പിന്നെ ഈ ഷോയെ കുറിച്ച് വേറൊരു കാര്യം കൂടെ നമുക്ക് പറയണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് 4 സിംഹങ്ങളെ നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നമുക്ക് അഗ്നിപരീക്ഷയിൽ നിന്ന് നമ്മളൊരു കാട്ടിലാണ്, സിംഹം വേണം, കടുവ വേണം, നമുക്ക് പല ടൈപ്പ് ആൾക്കാർ വേണം. എങ്കിലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായ പോരാട്ടം നടക്കും. എല്ലാം അപ്പൊ അഞ്ജന നമ്പ്യാരും രഞ്ജിനി ഹരിദാസും ആയിട്ട് കാര്യമില്ലോ. നമ്മളൊക്കെ പറയാനുള്ള കാര്യം മൂത്തോക്കി പറയുന്നത് കൊണ്ട് കണ്ടുപിടിക്കണ്ട നമുക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ അതും പറഞ്ഞിട്ടുണ്ട് ഇവരടുത്ത്. ഇപ്പൊ നിങ്ങൾക്ക് 2 പേരും നിങ്ങളുടെ ആശയം ഒന്നാണ്, നിങ്ങളുടെ ഏകദേശമുള്ള ഡിബേറ്റിംഗ് സ്കിൽ ഒരുപോലാണ്, നിങ്ങളുടെ ഗെയിം കളി ഒരുപോലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 പേരിൽ ഒരാളെ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ അന്നേരം ആ 2 പേര് നേരെ ഓപ്പോസിറ്റ് ആശയമുള്ള ഒരാളുമായിട്ട് അവരെ താരതമ്യം ചെയ്യും. അതിൽ ബെറ്റർ ആരാണെന്ന് തോന്നുന്ന ആളെ ഒരു മില്ലി സെക്കൻഡ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഒരു പ്രോസസ്സിൽ തന്നെ ഈ 40 പേരിൽ തന്നെ അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാ ഓൾമോസ്റ്റ് എല്ലാ നിങ്ങൾ പ്രൊഫൈല് കാണുമ്പോ ഓരോരുത്തരും ഓരോ അഖിൽമാരാരെ ഇഷ്ടമാണെന്ന് പറയുന്ന പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഐ ഹേറ്റ് അഖിൽമാരാർ അതുകൊണ്ട് അപ്പം നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള 2 പേരാണ്. എല്ലാവർക്കും അഖിൽമാരാരെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ഷോയ്ക്ക് എന്ത് സുഖം. നമുക്ക് ഷോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പ്രൊഫൈല് വരെ ഉണ്ട്. വെരി ഗുഡ്. അങ്ങനത്തെ ക്ലീൻ ക്യാൻവാസ് ആയിരിക്കും, അവർക്ക് ഒരു ബാഗേജും ഇല്ല. അല്ല അപ്പൊ അവിടെ ഞങ്ങൾ നോക്കുന്നത് ഒരേപോലെ ഉള്ള സ്വഭാവത്തിൽപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ മറ്റുള്ള ആൾക്കാരുമായി താരതമ്യം ചെയ്തിട്ട് അവരെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അപ്പൊ ഇവരെ നമുക്ക് ഒരു പക്ഷേ എവിക്ട് ചെയ്യേണ്ടി വരും. കാര്യം നമുക്ക് ഇതിലെ ബെസ്റ്റിനെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അന്നേരം അവർക്ക് പുറത്തിറങ്ങുമ്പോൾ തോന്നും അയ്യോ ഇന്ന മറ്റേ ആ പെൺകുട്ടി അല്ലെങ്കിൽ ഇന്ന ആള്. അങ്ങനെയാണല്ലോ ഈ പറഞ്ഞ വാഴകൾ എന്നുള്ള വാക്കൊക്കെ വരുന്നത്. പുറത്തിറങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ഈ വാഴ എത്ര നല്ല ഒരു ഫലപുഷ്ടമാണിത്. എല്ലാം പൂമ്പും പിണ്ടിയും തോരനും എല്ലാം ഉപയോഗിക്കാം. എന്തടിസ്ഥാനത്താണ് ഈ വാഴ ഈ പഴി ഈ കഴുതനെ കഴുതാന്ന് വിളിക്കുന്നത് തന്നെയല്ലേ? അത് പാവം. അപ്പം എൻഡ് ഓഫ് 7 days അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ കഴിഞ്ഞ്
എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി മാത്രം തിളങ്ങി നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. സോറി. അപ്പൊ വാട്ട് ഐ ഹാവ് ടു സേ ഈസ് ഈ ഒരു ഫസ്റ്റ് വീക്കേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും 2 ആഴ്ച വരാനുണ്ട്. ഫസ്റ്റ് വീക്ക് തന്നെ പകുതിയായി. 3 ആഴ്ചയുടെ ഒരു ഷോ ആണ് അഗ്നിപരീക്ഷ അല്ലെ, 21 ദിവസം. അതിൽ 22 1 വീക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ തുടക്കം കുറച്ച് ഒരു സ്ലോവർ ആയിരുന്നു, സോഫ്റ്റ്വെയർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഈ ആഴ്ച സോഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി, പ്രേക്ഷകർക്ക് തോന്നത്തില്ലായിരിക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വടിവാളും വെട്ടുകത്തിയുള്ള ആളാന്ന് പറയുന്നത്. പക്ഷെ ഇനി മുമ്പോട്ട് പോകുമ്പോ വടിവാളം വെട്ടുകത്തി മാത്രമല്ല, ഞാൻ മറ്റേ ആർമിയുടെ കയ്യിലുള്ള എല്ലാ ആംബുലേഷനും എടുത്തിട്ടായിരിക്കും ഞാൻ ഇരിക്കുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ അഗ്നിപരീക്ഷ എന്ന് പിന്നെ എന്തിനാ പേരിട്ടത്? നിങ്ങൾക്ക് വല്ല മറ്റേ ബെഡ്റൂമോ അങ്ങനെ വല്ല ഇട്ടൂടെ, ആ കിച്ചണിനോ വല്ല ഇട്ടൂടെ? അഗ്നിപരീക്ഷ ആണെങ്കിൽ ആരെങ്കിലും യുനോ ഞാൻ ഇവിടെ കത്തി നിൽക്കും, അതൊക്കെ ഇട്ടൂടെ? ഇത് മറ്റേ ഞാനായിട്ടാണ് ഇരിക്കുന്നത്. അല്ല, ലാലേട്ടൻ പറഞ്ഞത് തീ പാറിക്കട്ടെ, നമുക്ക് അങ്ങനത്തെ ആൾക്കാർ വേണ്ടേ? അതെ അതെ, അതിനുവേണ്ടി കുറെ വേറെ സൈഡ് ഞാൻ പാറിക്കുന്ന തീ ഊതി കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഇതാളിക്കത്ത് ഞാനല്ല. നമുക്കും ഇനിയിപ്പോ നമ്മൾ ഇനി പറയാൻ കിടക്കുന്നത് പിക്ചർ അബി ബാക്കി ഇതുവരെ കണ്ടത് കഥപ്പടം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഹാഫ് വീക്കിൽ വന്ന് നിൽക്കുന്നു, പകുതി ആൾക്കാർ പോയി. ബട്ട് ഹാർഡ്. അപ്പൊ ഇതിലൊരു നല്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും വി ആർ ഇങ്ങനെ കളി മുറുകുന്നു. And it's a game. It's a game. It's the biggest reality show out there. അതൊരു എല്ലാത്തിനും ഒരു തുടക്കം കുറിച്ച ഒരു മദർ ഓഫ് ഓൾ റിയാലിറ്റി ഷോസ് ആണ് ബിഗ് ബോസ്. അപ്പൊ അതിനെ അതായി കാണുക, ഇതിനെ മറ്റേ ഡ്രാമറ്റൈസ് ചെയ്ത് യുനോ ഹാവ് ഫൺ, അതിന്റെ ഭാഗമാണ് ഇതെല്ലാം. You guys are having I'm having a great time. ഇതെന്താ അറിയോ, നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളെ പേരിട്ട് വിളിച്ചില്ല. ഐ നോ ഹീസ് എ ഗ്രേറ്റ് ഗെയിം ചേഞ്ചർ, ഐ നോ യു ആർ ഫിയർലെസ്. റഫ് ആൻഡ് ടഫ് ഒക്കെ വെറുതെ ആയിരുന്നു. അവിടെ ചെന്ന് പ്രത്യേകിച്ച് റഫ് ഒന്നുമല്ല, ഉപദേശിച്ചു മറ്റേ എന്ത് എഴുതണം പേര് മാറ്റിയിട്ട് റഫ് ആൻഡ് ടഫ്. ആവശ്യത്തിന് റഫ് ആൻഡ് ടഫ് ആണ്. ഉപദേശിച്ചു, എല്ലാവരും നന്നാക്കി പറഞ്ഞു. അത് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയെന്ന് ഉപദേശിക്കുന്നത് കട്ട് ചെയ്ത്. ഇല്ല, പക്ഷെ ഞാനും അഖിൽ ചിലപ്പോ പറയും ഇന്ത്യൻ വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ ക്യാപ്റ്റനായി എത്തിയ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു ഞാനും രഞ്ജിനി പറഞ്ഞ ഒരു കാര്യം, നമ്മൾ രണ്ടുപേരും അഗ്രസീവ് ആവുമ്പോ അല്ലെങ്കിൽ കുറച്ച് ഓവർ ദ ബോർഡ് ആരെങ്കിലും ബാലൻസ് ചെയ്യാൻ ഒരാളിപ്പോൾ അത് അഖിൽമാരാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും അഖിൽമാരാറിന്റെ മറ്റേ എയറിലിരുന്ന അഖിൽമാരാറിനെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിൽ ഞങ്ങളുടെ പങ്ക് നീ മറക്കരുത്. മറക്കരുത്. നിന്റെ ഭാരം ഞങ്ങൾ ഏറ്റെടുത്തു. ഏതെങ്കിലും ഒരു കാലത്ത് ദൈവം ഇത് കാണും. നിങ്ങൾ മനഃപൂർവ്വം പറയില്ലേ കർമ്മ. എനിക്ക് അഖിലിനെ പുറത്ത് അറിയാം, നമുക്കറിയാലോ എന്ത് നടക്കും. നമ്മൾ കുറെ വർഷം ടി വിയിൽ കിടന്ന് ഫൈറ്റ് ചെയ്തല്ലേ. അല്ല, ബട്ട് ഐ ഡോണ്ട് നോ അഖിൽ ഫ്രം 1-2 പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഐ എം എൻജോയിങ് ദിസ് പ്രോസസ് വിത്ത് ഹിം ആൻഡ് റിയാസ്. കേട്ടറിവിനേക്കാളും വലുതാണ്. ഐ മീൻ വാട്ട് എവർ പുറത്ത് നടക്കുന്ന വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളൊരു ജോലി അത് നമ്മൾ സംസാരിച്ചു. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ എം എൻജോയിങ് ദ പ്രോസസ്. അഖിലായാലും റിയാസ് ആയാലും ഈ വരുന്ന കൊച്ചുങ്ങളായാലും, ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് യു നോ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന സാധനം തുടങ്ങി. ഞാൻ ഇത് കഴിഞ്ഞ ഇവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവും. ആൻഡ് ദെൻ ബെസ്റ്റ് ഓഫ് ലക്ക്. അതിൽ നിൽക്കണം. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ അവന്റെ മുഖത്ത് ബ്ലഷ് ഒക്കെ വരുന്നത് എന്റെ കുഴപ്പമാണ്. അത് ഓൾറെഡി അപ്ലൈ ചെയ്തിരിക്കുന്ന ബ്ലഷാണ് മനുഷ്യ. എനിക്ക് മനസ്സിലായി ഇവനിത് ഒരു മാസ്ക് ഇട്ടേക്കാണ്. യഥാർത്ഥ റിയാസ് ശുദ്ധനും നല്ല അവൻ കൺട്രോൾ ചെയ്തിരിക്കുന്നതായിരുന്നു. മാസ്കും വളരെ ശുദ്ധമായ മാസ്ക് ആണ്. എന്തായാലും 7 days കഴിഞ്ഞു. ഐ ഹോപ്പ് എല്ലാവരും കാണുന്നവരും ലൈക് നമ്മുടെ ഫീഡ്ബാക്സ് ഒക്കെ ഭയങ്കര കാണുന്നതാണല്ലോ. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ ദാറ്റ് ഇനി ദേ ആർ നോ മോർ കോമഡീസ്. ഇപ്പൊ എല്ലാരും and there is no more compromise ഞങ്ങളുടെ സൈഡിൽ നിന്ന്. ഇനി എല്ലാം സെലിബ്രിറ്റീസ് ആണ് എല്ലാരും. എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയോ, ഇനി നമ്മൾ ഹൗസിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവരായിരിക്കും പലരും കോമഡീസ്. Absolutely. There is no doubt. ഇതൊരു 21 ദിവസത്തെ ഈ ഷോയിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ഇമ്പാക്ട് എനിക്ക് തോന്നുന്നില്ല ആർക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഞാനൊക്കെ എടുത്തിട്ട് അലക്കുന്നത്. ഞാൻ ഇത്രയും വർഷം അലക്കാത്ത ഞാൻ കുറച്ച് ദിവസമായിട്ട് അലക്കലാണ്. ഇനി ആ അലക്ക് കൂടാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ എന്റെ ഹൃദയമൊക്കെ മാറ്റി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഐ എം ഹാർട്ട്ലെസ്. ഫിയർലെസ് മാത്രമല്ല ഹാർട്ട്ലെസ്, റൂത്ത്ലെസ്. യാ, പക്ഷേ ഐ ഫീൽ
ഈ ഷോന് നീഡ്സ് ഇറ്റ്. എടുത്തോ ഞാൻ ഇതും കൂടി എന്താ പറയാ, അപ്പൊ ഇനി നമുക്ക് അടുത്ത 7 ഡേയ്സിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും മറ്റേ എന്താ കാണണം. പറയാ, ദ്രോഹത്തിന്റെയും ദുഷ്ടതയുടെയും എനിക്ക് അപ്പൊ കുറെ കഥകളുണ്ടാവും. ഐ എം ഓൾറെഡി പ്ലാനിങ്. ഓൾറൈറ്റ്. അപ്പം താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇതിനകത്ത് എന്റെ ഒരു മോഹം ഞാൻ പറയും. യെസ്. ഞാൻ ഈ ജോലി ചെയ്യണം എന്ന് ആഗ്രഹിച്ച ചേച്ചിയെ കണ്ടിട്ട് അപ്പൊ എന്റെ വൈൻഡപ്പ് ചേച്ചി പറഞ്ഞാൽ ഐ ബി സോ ഹാപ്പി. ഓ ഞാൻ എന്റെ വൈൻഡപ്പ് ചേച്ചി പറഞ്ഞാൽ ഐ ബി സോ Oh, ഹാപ്പി. you'll be happy. Okay, so line cut with Anjana Nambyaril നമ്മുടെ ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ ആദ്യത്തെ ആഴ്ചയിലെ റൗണ്ട് അപ്പ് നമ്മൾ കേട്ടു. എന്തൊക്കെ അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിയാസ്, അഖിൽ മാരാർ ആൻഡ് രഞ്ജിനി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനെക്കാട്ടും കൂടുതൽ ഉണ്ടാവും എന്ന പ്രോമിസ് മാത്രം നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. That's all Thank we you. have from Line Cut. Line Cut.